അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 10 കിതാബ് സബ്ക്ക് 4. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ജഗനിയന്താവായ തമ്പുരാൻ നമ്മുടെ ഇൽമിലും അമലിലും നമ്മുടെ ആയുസ്സിലും നമ്മുടെ ഭക്ഷണത്തിലും എല്ലാം ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഇൽമിൻ്റെ വഴികളിൽ സഹായികളായിരുന്നവർ, ഒരു പുഞ്ചിരി കൊണ്ടുപോലും നമ്മുടെ ഹൃദയത്തെ സന്തോഷിപ്പിച്ചവർ, എല്ലാവർക്കും അല്ലാഹു തആല ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹുവിൻ്റെ ത്വഅത്തിലായിട്ട് നൽകി അനുഗ്രഹിക്കട്ടെ. മരണപ്പെട്ടു പോയവരുടെയൊക്കെ മണ്ണറയെ അല്ലാഹു തആല മണിയറയാക്കി പരിവർത്തനം ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നമ്മൾ വുളൂഇൻ്റെ സുന്നത്ത് പാതി പറഞ്ഞു വെച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ അതിൻ്റെ ബാക്കി പറയുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഅൻ യഖൂല, അവൻ പറയുകയും വേണം, ഇൻദ സമയത്ത്, ഗുസ്ലി കഴുകുന്ന, കുല്ലി ഉളുവിൻ എല്ലാ അവയവങ്ങളെ കഴുകുന്ന സമയത്തും അവൻ പറയണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, ആവർത്തിച്ചു കൊണ്ടിരിക്കണം. ഓരോ അവയവങ്ങൾ നമ്മൾ കഴുകുന്ന സമയത്തും നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. കുല്ലി ഉളുവിൻ എല്ലാ അവയവങ്ങൾ കഴുകുന്ന സമയത്ത് എന്ത് ചെയ്യണം? പറഞ്ഞുകൊണ്ടേയിരിക്കണം. പിന്നിലെ എന്താണ് ആ ദിക്റിൻ്റെ അർത്ഥം? അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ തീർച്ചയായും, കാര്യം, ലാ ഇലാഹ ഒരാരാധ്യനില്ല, ഇല്ലല്ലാഹ് അല്ലാഹു ഒഴികെ, വഹ്ദഹു എങ്ങനത്തെ അല്ലാഹുവാണ്, അവൻ ഏകനാണ്, ലാ ശരീക ലഹു അവൻക്ക് പങ്കുകാരൊന്നുമില്ല, വ അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അന്ന തീർച്ചയായിട്ടും, മുഹമ്മദൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അബ്ദുഹു അള്ളാഹിൻ്റെ അടിമയാണ്, വറസൂലുഹു അള്ളാഹിൻ്റെ ദൂതനുമാണ്. ഈ ദിക്റാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഗണപടം പഠിക്കണം. ഇങ്ങനെ പറയാനുള്ള, ഈ ദിക്റ് ചൊല്ലാനുള്ള ഒരു കാരണം എന്താണ്? ലി ഖബരി മുസ്തഗ്ഫിരിൻ വ ഹലീമി, മുസ്തഗ്ഫിരി വൽ ഹലീമി രണ്ട് ഇമാമിങ്ങളാണ്. മുസ്തഗ്ഫിരി ഇമാമും ഹലീമി ഇമാമും. ഇവർ രണ്ടാളും ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ദിക്ർ ചൊല്ലൽ സുന്നത്താണ് എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? വഅൻ യഖൂല, അവൻ പറയലും സുന്നത്താണ്, സലാസൻ 3 തവണ എന്ത് ചെയ്യണം? പറയണം. എപ്പോ? അഖിബൽ വുളൂഇ, വുളൂഇൻ്റെ ഉടനെ പറയണം. എന്ത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക്കസ് സ്വാലിഹീൻ സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വഅസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്ത് ചെയ്യണം? വുളൂഇൻ്റെ ഉടനെ പറയണം. വുളൂഇൻ്റെ ഉടനെ പറയണം. എന്താണ് അതിൻ്റെ അർത്ഥം നോക്കാം. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് ചൊല്ലുന്ന സമയത്ത് എങ്ങനെയാണ്? അള്ളാഹുവിൻ്റെ ആകാശലോകത്തേക്ക്, വാനലോകത്തേക്ക് നമ്മുടെ മിഴികൾ ഉയർത്തി, നമ്മുടെ കരങ്ങൾ ഉയർത്തി അള്ളാഹുവിനോട് എന്ത് ചെയ്യണം? ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് വുളൂഇൻ്റെ ഉടനെ. കേട്ടില്ലേ?
അപ്പോൾ കൈകൾ ഉയർത്തിയിട്ട് കണ്ണുകൾ ഉയർത്തിയിട്ട് ചൊല്ലുക, അല്ലാഹുമ്മ അല്ലാഹുവേ, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നമ്മളതിൻ്റെ അർത്ഥം നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, അതിൻ്റെ ശേഷമല്ല പറയാം. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇജ്അൽനി എന്നെ നീ ചേർക്കണേ, എന്നെ നീ ആക്കണേ, മിന തൗവാബീന തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, തൗബ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെ നീ ആക്കണേ. വജ്അൽനി മിനൽ മുത്തതഹിരീന എന്നെ നീ ശുദ്ധിയുള്ളവരിൽ ഉൾപ്പെടുത്തണേ. വജ്അൽനി എന്നെ നീ ആക്കണേ മിൻ ഇബാദിക സ്വാലിഹീൻ നിന്റെ സജ്ജനങ്ങളായ നിന്റെ സ്വാലിഹീങ്ങളായ അടിമകളില്ലയോ, ആ അടിമകളിൽ എന്ത് ചെയ്യണം, എന്നെ നീ ചേർക്കണം. തീർന്നില്ല. സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയും ചെയ്യുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ, വബിഹംദിക നിന്നെ സ്തുതിക്കലോടുകൂടെ, സുബ്ഹാനക നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അല്ലാഹുമ്മ അല്ലാഹുവേ, വബിഹംദിക നിന്നെ സ്തുതിക്കലോടുകൂടെ, അഷ്ഹദു ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, അൻ തീർച്ചയായും കാര്യം, ലാ ഇലാഹ ഒരു ഇലാഹില്ല ഇല്ല അൻത നീയല്ലാതെ, അസ്തഗ്ഫിറുക നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു, വഅതൂബു ഇലൈക നിന്നിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇങ്ങനെ ഉള്ള ഈ ദിക്ർ എന്ത് ചെയ്യണം, നമ്മൾ വുളൂഇൻ്റെ ഉടനെ നമ്മൾ ചൊല്ലണം. അല്ലാഹു തആല നല്ല രീതിയിൽ വുളൂ ഒക്കെ ചെയ്ത് അള്ളാഹുവിൻ്റെ ആരാധനകൾ ആത്മാർത്ഥതയോടുകൂടെ ചെയ്ത് അതൊക്കെ നിദാനമായി പടച്ച റബ്ബിൻ്റെ സ്വർഗം പുൽകാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.